ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസ് ആണ്. സോ നമുക്ക് തുടങ്ങാം. എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? ക്യാൻ യു ഹെൽപ്പ് മീ? ഇനി നമ്മളെപ്പോഴും ചോദിക്കുന്നതാണല്ലേ, സമയം എത്രയായി? സമയം എത്രയായി? എങ്ങനെയാ സമയം എത്രയായെന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇനി വാട്ട് ടൈം എന്ന് മാത്രം ചോദിച്ചാലും നമുക്ക് സമയം എത്രയാന്നുള്ളതിന് ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ ഫുള്ളി എങ്ങനെ ചോദിക്കണം? വാട്ട് ടൈം ഈസ് ഇറ്റ് അല്ലെങ്കിൽ വാട്ട് ടൈം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ചോദിക്കുന്നതല്ലേ, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കും ഇതിനിപ്പോൾ എത്രയാണ് വില? എങ്ങനെയാണ് ഇതിന് എത്ര വിലയാണ് എന്ന് ചോദിക്കുക? ഇതിന് എത്ര വിലയാണ്? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ്, വില എന്നൊക്കെ കിട്ടാനാണ് കേട്ടോ. സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? ഹൗ മച്ച് എന്ന് ചോദിച്ചാലും അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അവർ പറഞ്ഞുതരും. നമുക്കല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? ഓക്കെ, ഇനി ഒരാളൊരു കാര്യം പറയാണ്, നമുക്കത് മനസ്സിലാവുന്നേ ഇല്ല. അപ്പം നമ്മൾ പറയും എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാം? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇനി നമ്മളോട് ഒരാളോട് പറയണം ഒന്നുകൂടെ അതൊന്ന് ആവർത്തിക്കാമോ? ആവർത്തിക്കുക എന്നുള്ളതിന് എന്താ പറയുക? റിപ്പീറ്റ്. അപ്പോൾ അതൊന്നുകൂടെ ആവർത്തിക്കാമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. ഇനി പിന്നീട് കാണാം എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? സീ യു ലേറ്റർ. നമ്മൾ ചാറ്റിലൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനൊക്കെ എൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ പറയല്ലേ, എന്നാൽ പിന്നെ കാണാട്ടോ. എങ്ങനെയാ പറയുക പിന്നീട് കാണാമെന്ന്? സീ യു ലേറ്റർ. സീ യു ലേറ്റർ. ഇനി എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വിശപ്പാണെന്ന് എങ്ങനെയാ പറയുക? എനിക്ക് വിശപ്പാണ്. എങ്ങനെയാ പറയാ? ഐ ആം ഹംഗ്രി. ഐ ആം ഹംഗ്രി. ഐ ആം ഹംഗ്രി. ഇനി എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നെങ്ങനെയാ പറയാ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഐ നീഡ് സം വാട്ടർ. ഐ നീഡ് സം വാട്ടർ. നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം, വേണം എന്ന് കിട്ടാൻ വേണ്ടിയാണ് നീഡ് യൂസ് ചെയ്യുന്നത്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്. വാട്ടറിന് നമ്മൾ എന്താ പറയുക? വെള്ളത്തിന് നമ്മൾ എന്താ പറയുക? വാട്ടർ. ഓക്കെ, ഇനി ചില കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ന് എങ്ങനെയാ പറയാ? ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ. ഇനി നീ എവിടെയാണ് പോകുന്നതെന്ന് എങ്ങനെയാണ് ചോദിക്കുക? നീ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? ഇനി നമുക്ക് ചിലയിടത്ത് പോയിട്ട് നമ്മൾ ചോദിക്കും എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ എന്താ അവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? വാട്ട് ഈസ് ദ മാറ്റർ? എങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട് ഈസ് ദ മാറ്റർ? ഇപ്പോൾ 2-3 പേര് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ചോദിക്കാം എന്താ പ്രശ്നം? എന്താ? എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് ദ മാറ്റർ? ഇനി എനിക്ക് പറയണം ഞാൻ ഭയങ്കര ടയേർഡാണ്, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് എനിക്ക് ക്ഷീണമാണെന്ന് പറയാം? ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ്. ഐ ആം ടയേർഡ്. ഇനി നമുക്കൊരു സാധനം ആവശ്യമുണ്ട്, അപ്പോൾ അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ജ്വല്ലറി വേണം. അപ്പോൾ ആളുടെ അടുത്ത് ആ ഒരു ചെയിൻ ഉണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതെനിക്കൊന്ന് തരാമോ, അല്ലെങ്കിൽ എനിക്കിത് കടമെടുക്കാമോ? എങ്ങനെയാണ് എനിക്കിത് കടമെടുക്കാമോ എന്ന് ചോദിക്കുക? ഇത് എനിക്ക് കടമെടുക്കാമോ? ക്യാൻ ഐ ബോറോ ദിസ്? ക്യാൻ ഐ ബോറോ ദിസ്? ഓക്കെ, ഇനി നമ്മൾ പറയണം ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ജോലി തേടുകയാണ്. എങ്ങനെയാണ് പറയുക? ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ഐ ആം ലുക്കിംഗ് ഫോർ എ ജോബ്. ക്ലിയർ? ഇനി ഒരാൾ പെട്ടെന്ന് എന്ന് വെച്ചാൽ സ്പീഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാളോട് പറയണം ഒന്ന് സാവധാനം സംസാരിക്കാമോ? ഒന്ന് സാവധാനം സംസാരിക്കാമോ എന്ന് എങ്ങനെയാണ് പറയുക? കുഡ് യു സ്പീക്ക് സ്ലോവർ? കുഡ് യു സ്പീക്ക് സ്ലോവർ പ്ലീസ്? കുഡ് യു സ്പീക്ക് സ്ലോവർ പ്ലീസ്? ദയവായി കുറച്ച് സാവധാനം സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കെങ്ങനെ പറയാം? കുഡ് യു സ്പീക്ക് സ്ലോവർ പ്ലീസ്? കുഡ് യു സ്പീക്ക് സ്ലോവർ പ്ലീസ്? നമ്മൾ പെട്ടെന്ന് ചെല്ലുകയാണ്, അപ്പോൾ നമുക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട് ഈസ് ഗോയിങ് ഓൺ? അല്ലെങ്കിൽ വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്സ് ഗോയിങ് ഓൺ? എന്താ നടക്കുന്നതിന് നമുക്ക് കുറച്ചുകൂടെ വാട്ട് ഈസ് ദ മാറ്റർ എന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് നടക്കുന്നത്. വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്സ് ഗോയിങ് ഓൺ? ഇനി നമുക്ക് നിനക്ക് എന്ത് തോന്നുന്നു എന്നെങ്ങനെയാണ് ചോദിക്കുക? നിനക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഡു യു തിങ്ക്?
വാട്ട് ഡു യു തിങ്ക്? ഞാൻ സമ്മതിക്കുന്നു, ഞാൻ നിന്നോടൊപ്പം സമ്മതിക്കുന്നു എന്നിങ്ങനെ പറയും. ചില ആളുകൾ ചില കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഞാനും നിൻ്റെ കൂടെ തന്നെ സമ്മതിക്കുവാണ്, നിന്നോടൊപ്പം സമ്മതിക്കുന്നു. എങ്ങനെ പറയും? ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി വിത്ത് യു. ഇനി നമുക്ക് പറയണം ഞാൻ എൻ്റെ പരമാവധി ചെയ്യും. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും, ഞാൻ എൻ്റെ പരമാവധി ചെയ്യും എന്നെങ്ങനെയാണ് പറയുക? ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇനി ഇത് അത്ര വലിയ പ്രാധാന്യമുള്ള ഒന്നും അല്ല എന്നെങ്ങനെ പറയാം? ഇത് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല നമുക്ക് പറയേണ്ടി വരില്ലേ? എങ്ങനെയാണ് ഇത് അത്ര വലിയ പ്രാധാന്യമുള്ളതല്ല എന്നങ്ങ് പറയാം? ഇത് അത്ര പ്രാധാന്യമല്ല എങ്ങനെ പറയും? ഇറ്റ് ഡസൻ മാറ്റർ, ഇറ്റ് ഡസൻ മാറ്റർ, ഇറ്റ് ഡസൻ മാറ്റർ. എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടെ നല്ലതായി തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഓക്കെ ആയി തോന്നുന്നു എന്നെങ്ങനെയാണ് പറയാം? ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ, ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ, ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ. ഇപ്പോൾ നല്ലതായി തോന്നുന്നു. ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മെൻ്റലി ഓക്കെ അല്ലാതിരിക്കുന്ന സമയത്ത് ആളുകൾ വന്ന് ചോദിക്കും, നമ്മളെ അടുത്ത് ചോദിക്കും ഇപ്പോൾ എന്തായി, ഓക്കെ ആവുന്നുണ്ടോ? അപ്പം നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാവുക, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ സ്ഥിതിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് പുരോഗതിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം? ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ. അപ്പോൾ ഇനി ആരെങ്കിലും ആർ യു ഓക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ വന്നെങ്കിൽ നമുക്ക് എന്താ പറയാം? ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ, ഐ ആം ഫീലിംഗ് ബെറ്റർ നൗ. ഓക്കെ. ഇനി നമുക്ക് ചിലരുടെ അടുത്ത് പറയേണ്ടി വരും നീ ഇപ്പം തന്നെ വരാം കേട്ടോ, നീ ഇപ്പം തിരികെ വരാം. എങ്ങനെ പറയാ? ഐ വിൽ ബി റൈറ്റ് ബാക്ക്, ഐ വിൽ ബി റൈറ്റ് ബാക്ക്, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.